സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി. ആ അജയന്റെ എസ്റ്റേറ്റിലേക്കുള്ള വഴി മാത്രമല്ലേ ഇപ്പോൾ ഉള്ളൂ. ആ വഴി വിട്ടുകൊടുത്താലേ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നമുക്കൊരു വഴി ഉണ്ടാകും. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ശ്രമിച്ചാൽ സർക്കാരിൽ നിന്ന് ഇവിടെ വികസനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ മണിയങ്കാവിൽ ധാരാളം വണ്ടികളുണ്ട്. അജയന്റെ എസ്റ്റേറ്റ് റോഡിലൂടെ ഓടുന്നത് അജയന്റെ ജീപ്പ് മാത്രം. അവന്റെ കൃഷിയിടങ്ങളിൽ പോലും നാട്ടുകാർക്ക് പണി പഠിക്കില്ലല്ലോ. വരുത്തന്മാരെ കൊണ്ടിട്ടിട്ടുണ്ട്. വിശ്വനാഥ മുതലാളിയുടെ തറവാട് വരെ ടാറിട്ട് റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ വരെ ഏത് വണ്ടിക്കും എത്താം. ഓമനെ മോളെ ഒന്നുകൂടെ ശ്രമിക്കും മോളെ. ശരിയാവും മോളെ, പേടിക്കണ്ട. ഇവനെയൊക്കെ വോട്ട് ചെയ്ത് പഞ്ചായത്ത് മെമ്പറാക്കിയവരെ തല്ലണം. എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ചെന്നപ്പോഴേക്ക് ആരോ കള്ള വോട്ട് ചെയ്തിട്ട് പോയില്ലേ. അടുത്ത തവണ സിദ്ധുവിനെ നമുക്ക് പഞ്ചായത്തിന് നിർത്തണം. ഓമനെ മോളൊന്നുകൂടെ ശ്രമിക്കേ. എസ്റ്റേറ്റ് വഴിയിലൂടെ നമ്മൾ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും ഒത്തിരി സമയമാവില്ലേ? നല്ല വെള്ളവും വഴക്കലും ഉണ്ട്. അത് സാരമില്ല, ദേവി കാത്തോളും. നമുക്ക് പുഴയിലൂടെ നേർച്ചപ്പാറയിലെത്തി രാവണപ്പാറ കോറി വഴി കല്ലെടുക്കി ശേഷം ഏതെങ്കിലും വാഹനം കിട്ടാൻ ഒന്ന് നിൽക്കോ? ഒന്നുകൂടെ ഞാനൊന്ന് ശ്രമിക്കാം. ഒന്ന് ശ്രമിച്ചു നോക്കാം. കരയല്ലേ? ഇങ്ങനെ ബലം പിടിച്ച് കരഞ്ഞാ പറ്റില്ല. ഒന്നുകൂടെ ഒന്ന് നോക്ക്. ഇവിടെ നോക്ക് മോളെ. നീ ഇവിടെ വിളിക്കാൻ പരിപാടി തുടങ്ങിയോ? വെറുതെ നാട്ടുകാരുടെ തല്ല് വാങ്ങിക്കണം. മണിക്കുട്ടിയെ മോളെ കുറച്ച് വെള്ളം എടുത്തോളൂ. ശരി ചേച്ചി. സൂക്ഷിച്ച്. അങ്ങനെ ഓരോ സ്റ്റെപ്പ് വെച്ച്. ഹേയ്, ചിരിക്കല്ലേ. മുഖത്തൊരു ടെൻഷൻ വേണം. എല്ലാവരും ലൈവായി കാണുന്നല്ലേ. പേര് കഴിഞ്ഞിട്ട് തൊട്ടിൽ കെട്ടുന്നത് കണ്ടിട്ടുണ്ട്. ഈ വഴിയെ നടക്കാൻ അനുവദിക്കുന്നേ എന്തൊരു ഔദാര്യമാണെന്ന് മറക്കണ്ട. ഒരു മെമ്പറും ഒരു ബാർബറും. തന്തയുടെ അതേ സ്വഭാവം തന്നെ മകനും. 4-5 തവണ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഇരുന്നിട്ട് ആളെ വിശ്വനാഥ മുതലാളി.
അതുകൊണ്ട് ഈ മുതലാളിയുടെ കുടുംബക്കാർക്കല്ലാതെ നാട്ടുകാർക്ക് ഒരു ഉപയോഗം ഉണ്ടായിട്ടില്ല. ലോണ്, സബ്സിഡി, വികസനം എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് ഓരോ പേപ്പറിൽ ഒപ്പിടിച്ചുകൊണ്ട് കൊണ്ടുപോകും. എന്നിട്ട് വല്ലപ്പോഴും കുറച്ച് പൈസയും തരും. ഇതിനെല്ലാം നമ്മൾ നിന്ന് കൊടുത്തിട്ടില്ലേ? ഇപ്പൊ നമ്മളെ ഭരിക്കുന്നത് രാജാക്കന്മാരും ചക്രവർത്തിമാരും ഒന്നുമല്ല, നമ്മൾ തന്നെ വോട്ട് നൽകി തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ. നമ്മുടെ ഊരിലേക്ക് ഒരു വഴി, ഒരു ആശുപത്രി ഉണ്ടായിരുന്നെങ്കിൽ. ഓരോ 5 വർഷം കൂടുമ്പോൾ ഇലക്ഷൻ സമയത്ത് കയ്യിലേക്ക് ചുരുട്ടി തരുന്ന കുറച്ച് പൈസയ്ക്ക് വായിലേക്ക് ഒഴിച്ചു നൽകുന്ന അല്പം മദ്യത്തിനു വേണ്ടി നമ്മുടെ സ്വാതന്ത്ര്യത്തെ അടിയറ വെക്കുന്ന ഈ സ്വഭാവം എന്ന് മാറുന്നുവോ അന്നേ വേലായുധനാശാൻ തറകെട്ടി പറഞ്ഞതൊക്കെ അതേപടി സംഭവിച്ചപ്പോഴാണ് നാട്ടുകാർ ആശാനെ തറയിൽ നിന്ന് വിലക്കിയത്. ഇക്കാലത്ത് പറഞ്ഞു ഫലിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ? കൊള്ളാം. വാ തുറന്നൊന്നും പറയണമെന്നില്ല. വേലായുധനാശാൻ കണ്ണു തുറന്നൊന്ന് നോക്കിയാൽ മതി. സിദ്ധാർത്ഥൻ നാട്ടുകാർക്കെല്ലാം വളരെ പ്രിയങ്കരനെന്നാണല്ലോ കേൾക്കുന്നത്. എന്നിട്ട് അവനെന്ത് തെറ കിട്ടാത്തത്? ഇപ്പൊ തെറവേഷം കിട്ടുന്ന മുരളി ആശാന്റെ മരുമകനാ. മരുമകന് ശേഷമേ മകന് തിറ കെട്ടാനുള്ള അവകാശമുള്ളൂ. പിന്നെ ഈ തിറ കെട്ടുന്നതിലൊന്നും സിദ്ധുവിന് വലിയ വിശ്വാസം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരു റിബല? സിദ്ധാർത്ഥൻ വല്ല കുമാരനെന്നോ കണാരനെന്നോ പേരിട്ടാ പോലെ. മതി. അവന്റെ പെങ്ങളെ ഒരട്ടാർ ഫിഗറാണ്. കാനന സുന്ദരിയാ. അജയൻ കുഞ്ഞിന് അവൾ വകയിലൊരു പെങ്ങളായെങ്ങാനും വരുവോ? വകയിൽ പെങ്ങളെ വഴിയിൽ. ഒരു കാര്യം ചെയ്യും. എത്തിയോ? പെട്ടെന്ന് കല്ലടിക്ക് ജംഗ്ഷനിലേക്ക് വാ. പെട്ടെന്ന് പെട്ടെന്ന്. പേരൊന്ന് പറയൂ. ഓമന. വയസ്സ്? 24. ബ്ലഡ് ഗ്രൂപ്പ്? അറിയില്ല. എന്നാലും നിങ്ങൾ ഇത്രയും നേരം വെച്ചോണ്ടിരുന്നല്ലോ. ഇപ്പൊ തന്നെ എത്താനായത് ഈ കുട്ടികളുടെ മിടുക്കൊണ്ടാ. എൻ്റെ ഇത്രയും കാലത്തെ അനുഭവത്തിൽ ഇമാതിരി ഒരു ബുദ്ധിമുട്ട് ഇത് ആദ്യമായിട്ടാണ്. കുഴപ്പമൊന്നും വരാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഓമനയുടെ ആരാ ഉള്ളത്? ദേവി കാത്തു. എന്റെ ദേവി. ഇവരറിയില്ല. അപ്പോട്ടാ ഓമന പ്രസവിച്ചു. എന്താ മോനെ? പെൺകുഞ്ഞാ പ്രസവിച്ചു. ജാനികേ, ജാനികേ വാ വാ വാ, നമുക്ക് പോയി നോക്കാം. വാ. ശരി. പെൺകുട്ടിയാ. തള്ളയ്ക്കും വെള്ളയ്ക്കും കേട് വരുത്താതെ ദേവി കാത്തു.